അമ്പിളി മാമൻ. കാക്കയുടെ മണ്ടത്തരം. ഈ അടുത്ത കാലത്ത് കാട്ടിൽ വലിയൊരു വരൾച്ച വന്നു. അരുവിയിലും കുളങ്ങളിലുമൊന്നും വെള്ളമില്ലാത്ത വളരെ വളരെ മോശമായൊരവസ്ഥയുണ്ടായി. മിക്ക മൃഗങ്ങളും പക്ഷികളും സൂര്യന്റെ ചൂടേൽക്കാതിരിക്കാൻ വേണ്ടി തങ്ങളുടെ കൂടുകളിൽ തന്നെ കഴിഞ്ഞുകൂടി. അങ്ങനെ ചൂടിൽ ക്ഷീണിതനായി മരക്കൊമ്പിലിരിക്കുമ്പോഴാണ് കാക്ക ആ കാഴ്ച കാണുന്നത്. എന്റെ ദൈവമേ, എന്താ ഈ കാണുന്നത്? ഈ ഉണക്കുകാലത്തും വെയിലത്ത് പന്തുകളിയോ? ഇവന്മാർക്ക് ഒന്നുകിൽ ബുദ്ധിയില്ല, അല്ലെങ്കിൽ വിവരമില്ല. ഈ വെയിലത്ത് കിടന്ന് ചാടിയാൽ കിടപ്പിലാകില്ലേ? ഇങ്ങോട്ട് അടിക്കൂ. അയ്യോ, ഇങ്ങോട്ടടിക്കും. ഞാൻ വെറുതെ നിൽക്കുക. ഇങ്ങോട്ടടിക്കാൻ. ബോൾ പോകുന്നു. പിടിക്കൂ. കാക്കയ്ക്ക് ഈ കാഴ്ച കണ്ടിട്ട് അസൂയയും കുശുമ്പും പിന്നെന്തൊക്കെയോ തോന്നി. ഈ വെയിലത്തും ഇവന്മാർ എങ്ങനെ നിൽക്കുന്നു എന്ന സംശയം കാക്കയ്ക്ക് ഏറി വന്നു. അവൻ അത് നേരിട്ട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. ചങ്ങാതിമാരെ, ഈ പൊരുവെയിലത്തും കരിയിലിൽ തീ പിടിക്കുന്ന ഈ വെയിലിലും നിങ്ങൾക്ക് ചൂട് തോന്നുന്നില്ലേ? എന്റെ പൊന്ന് കാക്കമ്മച്ചി, ചൂടൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് കളി മുടക്കണോ? അത് ചുമ്മാ. ചൂടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴേ തളർന്നു വീട്ടിലായിരുന്നോ? ഇതിൽ എന്തോ സൂത്രമുണ്ട്. എന്റെ കാക്കമ്മച്ചി, ഒരു സൂത്രമില്ല, സത്യം. വെറുതെ പുളു അടിക്കല്ലേ. ദാ ഇപ്പൊ തന്നെ ചൂടടിച്ചിട്ട് എനിക്ക് തല കറങ്ങുന്നു. അപ്പോ നിങ്ങൾ ഇവിടെ യാതൊരു പ്രശ്നവുമില്ലാതെ കളിക്കുന്നു. സത്യം പറയും മോനെ, എന്ത് സൂത്രമാ നിങ്ങൾ ഉപയോഗിക്കുന്നത്? പറ. ഒരു സൂത്രമില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ അമ്മച്ചിയുടെ അത്രയും ചൂട് ഞങ്ങൾക്ക് എടുക്കാത്തതിൽ ഒരു കാര്യമുണ്ട്. ആ കാര്യം തന്നെയാ ഞാൻ സൂത്രമെന്ന് ഉദ്ദേശിച്ചത്. അത് ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ വെള്ള നിറത്തിലുള്ളവരല്ലേ. അതിന് പറഞ്ഞു തീരട്ടമ്മച്ചി. വെള്ള നിറം ചൂട് വളരെ കുറച്ച് മാത്രമേ ആഗിരണം ചെയ്യുകയുള്ളൂ. വെള്ള നിറത്തിൽ ചൂട് തട്ടി തെറിച്ചു പോകും. അതാണ് ഇതിന്റെ രഹസ്യം. തണുപ്പ് കാലത്ത് അമ്മച്ചിയുടെ നിറം വളരെ ഗുണം ചെയ്യും. അതുവരെ അമ്മച്ചി ഏതെങ്കിലും മരത്തണിൽ വിശ്രമിച്ചാ മതി. നിറമാണ് രഹസ്യമെന്നറിഞ്ഞ കാക്കയ്ക്ക് എങ്ങനെയും തന്റെ നിറം മാറ്റണമെന്ന മോഹം കലശലായി. അതിനുള്ള മാർഗം തേടി അലയാൻ തന്നെ കാക്ക തീരുമാനിച്ചു. മണ്ടൻ കാക്ക വെളുക്കാനിറങ്ങിയിരിക്കുന്നു. വൈദ്യരെ, ലാടവൈദ്യരെ, വൈദ്യരെ, ലാടവൈദ്യരെ. ഹായ്, ആരിത്? കാക്കമ്മച്ചിയോ? എന്താ ഇത്ര വിശേഷിച്ച്? തനിക്ക് വല്ല അസ്കിതയുമുണ്ടോ? അസ്കിതയൊന്നും ഇല്ല വൈദ്യരെ. പിന്നെ എന്താ ആഗമനുദ്ദേശം? ക്ഷേമന്വേഷിച്ച് ആരും വൈദ്യനെ കാണാൻ വരാറില്ല. അതുകൊണ്ട് ചോദിച്ചടാ. കാര്യമുണ്ട് വൈദ്യരെ. എന്താണെന്ന് വെച്ചാ നമ്മുടെ നിറം ഒന്ന് മാറ്റണം. അതിനുള്ള വല്ല ചൂർണമോ ലേപനമോ കഷായമോ എനിക്ക് തരണം. നിറം മാറ്റണമെന്നോ? ഹൈ, എന്ത് ഈ അമ്മച്ചി പറയണേ? അമ്മച്ചിക്ക് മലദൈവങ്ങൾ നല്ലൊരു നിറം തന്നിട്ടുണ്ടല്ലോ. പിന്നെന്തിനാ ഈ പുലിവാലിന് ഇറങ്ങണേ? കറുപ്പ് മാറ്റി വെളുത്ത നിറമാക്കി തരണം. അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മോഹത്തിന്റെ പിന്നിലെ? നടന്നതെല്ലാം കാക്ക മൂങ്ങയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. ഇടവും മണ്ടശിരോമണി, ഓരോരുത്തർക്കും ഓരോ കഴിവും പോരായ്മയും ഒക്കെ ദൈവം തന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് ആരും ആരേക്കാളും ക്ഷേമരോ മോശക്കാരോ അല്ല. അത് മനസ്സിലാക്കണം. തനിക്ക് മരുന്ന് തരാൻ വയ്യെങ്കിൽ അത് പറ. വലിയ വാചകടിയൊന്നും എനിക്ക് കേൾക്കണ്ട. നല്ല കാര്യം പറഞ്ഞാൽ കേൾക്കാൻ വയ്യെങ്കിൽ തന്റെ കാര്യം കഷ്ടാ. തനിക്ക് ഈ നിറം വളരെ ഗുണം ചെയ്യുന്നതാ. അത് മാറ്റാൻ നോക്കുന്നത് തനിക്ക് നാശമേ ചെയ്യൂ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കാക്ക ദേഷ്യത്തോടെ അവിടുന്ന് പറന്നുപോയി. താൻ വെളുക്കുന്നതിലുള്ള അസൂയ കൊണ്ടാണ് മൂങ്ങ ഇങ്ങനെ പറഞ്ഞതെന്നാണ് കാക്ക കരുതിയത്. പാവം കാക്കമ്മച്ചിക്ക് വെളുക്കണമെന്നുള്ള ആഗ്രഹം ഇരട്ടിയായി. അതിനുവേണ്ടി പല സ്ഥലത്തും അലഞ്ഞു നടന്നു. ഹായ്, ഈ വെള്ളത്തിലിറങ്ങി ഒന്ന് തേച്ചു കുടിക്കാം. ചിലപ്പോ എടുത്താലോ. കൊക്കും കുഞ്ഞുങ്ങളും സദാസമയം ഈ വെള്ളത്തിലായതുകൊണ്ടാവും അവർക്ക് ഈ നിറം.
പക്ഷേ കാക്ക വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. കാക്കയുടെ നിറം കറുത്തു തന്നെയിരുന്നു. ആ വിദ്യയും നടക്കാതെ നിരാശനായ കാക്ക വെള്ളത്തിനെന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പറന്നു. മോഹം കൂടി വന്നു. മാർഗം മാത്രം തുറന്നു കിട്ടിയില്ല. അങ്ങനെ നടക്കുമ്പോഴാണ് കാക്ക ആ കാഴ്ച കാണുന്നത്. ഹൗ, രക്ഷപ്പെട്ടു. ഈ വെള്ള നിറം മതി എന്റെ ചിറകിന്റെ കറുപ്പ് നിറം മാറ്റാൻ. കാട്ടിലെ റബ്ബർ മരത്തിന്റെ തൊലി പൊട്ടി കറ ഒഴുകുന്ന കാഴ്ചയാണ് കാക്കയെ സന്തോഷവതിയാക്കിയത്. ഹയ്യടാ, ഇനി എന്റെ നിറത്തിനെ ആരും കളിയാക്കില്ല. എന്റെ ശരീരത്തിൽ ഇനി അധികം ചൂട് അനുഭവപ്പെടുകയുമില്ല. ഞാനിതാ വെളുക്കാൻ പോകുന്നു. ഹായ്, ഞാൻ ഇപ്പൊ വെളുക്കും. ആരുടെയും സഹായമില്ലാതെ ഞാനിതാ വെളുക്കാൻ പോകുന്നു. കാക്കയുടെ ഈ ബഹളം കേട്ട് അടുത്ത കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്ന കുറുക്കൻ ഒളിഞ്ഞു നോക്കി. ഓ, വല്ലാത്ത വിശപ്പ്. ഇവിടെ പമ്മിയിരിക്കാം. എന്താ അവന്റെ പരിപാടി എന്ന് നോക്കാം. റബ്ബർ കറയുടെ ചുവട്ടിലിരുന്ന കാക്കയുടെ ദേഹമാസകലം റബ്ബർ കറയുടെ വെളുത്ത നിറം പടർന്നു പിടിച്ചു. കുറുക്കൻ അവസരം നോക്കി ഇരിപ്പായി. മരമണ്ടൻ കാക്ക വെളുക്കാൻ ഇറങ്ങിയിരിക്കുക. കാക്ക ഇറച്ചെങ്കിൽ കാക്ക ഇറച്ചി. വിശപ്പു മാറുമല്ലോ. കുറുക്കൻ പാഞ്ഞെടുത്തു. കാക്ക രക്ഷപ്പെടാൻ ശ്രമിച്ചു. പറക്കാൻ നോക്കിയ അവൾക്ക് അതിന് കഴിഞ്ഞില്ല. അയ്യോ, ഇത് പശയാണല്ലോ. എനിക്ക് പറക്കാൻ കഴിയുന്നില്ലല്ലോ. അയ്യോ, എന്നെ രക്ഷിക്കോ. ആരും കാക്കയുടെ കരച്ചിൽ കേട്ടില്ല. കുറുക്കൻ കാക്കയെ കൈക്കലാക്കി. അതിമോഹം അത്യാപത്താണെന്ന് കാക്ക പഠിച്ചു. കറമ്പൻ കുറുമ്പൻ കാക്കച്ചൻ വെളുക്കാൻ കൊതിച്ചു നടക്കുന്നു. അതിമോഹങ്ങൾ ആപത്താകും, അതിനെ വെടിഞ്ഞാൽ നന്മ വരും. കറമ്പൻ കുറുമ്പൻ കാക്കച്ചൻ വെളുക്കാൻ കൊതിച്ചു നടക്കുന്നു. അതിമോഹങ്ങൾ ആപത്താകും, അതിനെ വെടിഞ്ഞാൽ നന്മ വരും. Magic, 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 magic. Magic book, magic book, magic book. Magic book, magic book, magic book. Ida!